Hello everyone, welcome back to Sanjari Diaries. Today we are going to Singapore's most colorful historical districts, Little India. Bukit Timah നിന്നാണ് ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നത്. Along the Bukit Timah road towards Little India. ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട് ടു ആൻഡ് ഫ്രോ. ഈ കാണുന്ന ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെയാണ് ബുക്കിറ്റ് ടിമ റോഡ്. ഏകദേശം 6 മണിയായി. ഐ ആം യൂസിങ് ദ റോഡ് ഫോർ ദ കമ്മ്യൂട്ട് സോ ദാറ്റ് ഐ ക്യാൻ റീച്ച് എ ലൊക്കേഷൻ ക്വിക്ക് ആസ് പോസിബിൾ. സിംഗപ്പൂരിലൂടെയുള്ള സൈക്കിൾ യാത്രയെക്കുറിച്ച് കുറച്ച് പറയാൻ ആഗ്രഹമുണ്ട് എനിക്ക്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ടു റൈഡ് സൈക്കിൾ ഓൺ റോഡ് വി ഹാവ് ടു വെയർ ഹെൽമെറ്റ്സ്. മസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യമാണ് ഹെൽമെറ്റ്. അതോടൊപ്പം തന്നെ ഇഫ് യു ആർ ട്രാവലിംഗ് at night, that is after 7 p.m, we should also have lights attached to our bicycles. That is a red light at back and also a white light in front. So ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് സിംഗപ്പൂരിൽ റോഡിലൂടെ സൈക്കിൾ ഓടിക്കാൻ പറ്റുള്ളൂ. After riding 10 kilometers, I reached Little India. ആദ്യം തന്നെ ഒരു ബിലീറ്റഡ് ദീപാവലി ആശംസകൾ. ദീപാവലി ആയതുകൊണ്ട് തന്നെ ലിറ്റിൽ ഇന്ത്യ ഹാസ് ബിക്കം ലൈവ് ആൻഡ് കളർഫുൾ. And if it's celebration, we should always do shopping. And here we are at the most famous Mustafa. Muhammad Mustafa Majid Khan grew up in Uttar Pradesh, India, and traveled to Malaysia to make a living as a peddler in the 50s. 1956 മുഹമ്മദ് മുസ്തഫ സിംഗപ്പൂരിലെത്തി. ഇവിടെ ഒരു പുഷ്കാർട്ടിൽ ചായയും ബ്രെഡും ഒക്കെ കൊടുത്ത് പൈസ സമ്പാദിച്ചു. പിന്നീട് ഹാങ്കർ ചീഫിലേക്കും അതുപോലെ ക്ലോത്തിങ് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങി. പിന്നീട് 1971 മുസ്താഖ് പുള്ളിയുടെ മകൻ, പിന്നെ ഷംസുദ്ദീൻ പുള്ളിയുടെ അങ്കിള്, അതുപോലെ തന്നെ മുസ്താഖിൻ്റെ ഫാദർ അതായത് മുസ്തഫയും കൂടെ ചേർന്ന് 500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങി. അത് വളർന്ന് ഇന്ന് ഈ കാണുന്ന 2 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള ഒരു റീറ്റെയിൽ ജയന്റ് ആയിട്ട് മാറി. ദിസ് റീറ്റെയിൽ ജയന്റ് ലൈസ് ഇൻ ദ ഹാർട്ട് ഓഫ് ലിറ്റിൽ ഇന്ത്യ ആൻഡ് ഈസ് നോൺ ടു മെനി ആസ് എ ഹെവൻ ഓഫ് ഗ്രോസറീസ്, ഗാർമെന്റ്സ്, സ്പോർട്ട് എക്യുപ്മെന്റ്സ്, household items and electronics. I will mention the history of Mustafa in my description. Also for travelers, നല്ല കറൻസി എക്സ്ചേഞ്ച് റേറ്റുകളൊക്കെ ഈ മുസ്തഫ സിറ്റി സെന്ററിനടുത്തുള്ള ഷോപ്പുകളിൽ കിട്ടും. Little India history started from Serangoon Road, which was laid by convicts who have been brought from India to Singapore by British for the labor and were held at a prison here. Many of them settled nearby after serving their sentence. We are moving towards the Veeramma Kaliamman temple, which is actually built by Indian prisoners who lived in Serangoon district during 19th century. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ജപ്പാൻ ട്രൂപ്പിൻ്റെ ബോംബിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ 100-ലധികം ആളുകൾ ഈ അമ്പലത്തിലാണ് അഭയം പ്രാപിച്ചത്. This is Clive Street. If you have noticed, ലിറ്റിൽ ഇന്ത്യയിൽ എവിടെ ചെന്നാലും നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ഈ നാരോ റോഡിലും അതുപോലെ തന്നെ ചുറ്റുമുള്ള ബിൽഡിങ്ങിലും എൻഗ്രേവ് ചെയ്തിരിക്കുന്നു കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഈ സ്ഥലത്തെ ബാക്കിയുള്ള സിംഗപ്പൂരിൽ നിന്ന് ഒത്തിരിയധികം വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ നിന്നാണ് സെറാങ്കുൺ റോഡ് സ്റ്റാർട്ട് ചെയ്യണത്. യാത്രയൊക്കെ ഒരുമാതിരി കഴിഞ്ഞു.
അപ്പോൾ ഞാൻ ഓർത്തു ഒന്ന് കഴിച്ചേക്കാമെന്ന്. ദാറ്റ്സ് ഹൗ ഐ റീച്ച് ടെക്ക സെൻറ്റർ, വിച്ച് ഈസ് എ ഹോക്കർ സെൻറ്റർ where we can get food at lower rates. ഞാനും ഒരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. അതിനുശേഷം എൻ്റെ തിരിച്ചുള്ള യാത്ര ഞാൻ തുടങ്ങി. ലിറ്റിൽ ഇന്ത്യയിലെ ദിവാലി വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയായി ഞാൻ വീണ്ടും വരും. അതുവരെ ദിസ് ഈസ് മീ ബോബിൻ, സൈനിങ് ഔട്ട് ഫ്രം സഞ്ചാരി ഡയറീസ്.